മച്ചന്മാരെ ഒരു ബൈക്ക് റിനോവേഷൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് അടിക്കാതെ കാണണം കേട്ടോ. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. 1970 മോഡൽ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് റിനോവേഷൻ ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഈ വണ്ടി നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും ഒരു ചാക്കിൽ കെട്ടി ഒരു ഓട്ടോയിലാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. മുഴുവൻ തുരുമ്പെടുത്ത് എന്താ പറയണ ഉപേക്ഷിച്ച നിലയിൽ വേറെ എവിടെയോ ഇട്ടയച്ച ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന ഐറ്റം. ഇത് ഫുള്ളായിട്ട് നമ്മൾ ചീകി നല്ല സെറ്റായിട്ട് തുരുമ്പൊക്കെ കളഞ്ഞ് പ്രൈമർ അടിച്ച്. ഇപ്പോൾ സർഫേസർ പ്രൈമർ എല്ലായിടത്തും അടിച്ച് എല്ലാ പാർട്സിലും അടിച്ച് ഇങ്ങനെ ഓരോന്നെ ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹബിൻ്റെ പാനൽ പ്ലേറ്റ്, ബാക്ക് റെസ്റ്റ്, സിംഗാം, ഹബ്ബ്, അതുപോലെയുള്ള എല്ലാ ഐറ്റം ഒരു വണ്ടിയിൽ എന്തൊക്കെ വരും അതെല്ലാം പീസാക്കി നമ്മൾ പ്രൈമർ കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല നീറ്റാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ പ്രൈമറാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്സും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് തുരുമ്പും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പ്രൈമർ അടിച്ചിരുന്നത്. അപ്പോൾ ഈ സർഫേസർ പ്രൈമർ അത്യാവശ്യം ഫിനിഷിങ്ങിൽ അടിച്ചതിന് ശേഷം ഒന്നുകൂടിയൊക്കെ പുട്ടിയൊക്കെ ഇട്ട് അത് ഉരച്ച് കളഞ്ഞ് നല്ല സ്മൂത്താക്കിയിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ട്. ഒരു സിംഗാമാണ്. ഇപ്പോൾ സിംഗാമിൻ്റെ അടിഭാഗം കണ്ടാൽ തന്നെ അറിയാം എന്തോരം തുരുമ്പായിരുന്നൊന്ന് നോക്കി. ഫുൾ തുരുമ്പായിരുന്നു ഈ വണ്ടി ഇവിടെ വരുമ്പോൾ. ഈ വണ്ടി ഇവിടെ വന്നപ്പോഴേക്കും ചാക്കിലാണ് കൊണ്ടുവന്നത്. കസ്റ്റമർ നമ്മളോട് ആദ്യമായിട്ട് വന്ന് ചോദിച്ച് വേറൊരു സ്ഥലത്ത് അഴിച്ചേക്കുന്നതാണ്, അവിടെ നിന്ന് വർക്ക് ചെയ്ത് കിട്ടണില്ല, അപ്പോൾ നമുക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ നമ്മൾ കുഴപ്പമില്ല നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ പാർട്സും നമ്മൾ ചീകി പെയിൻ്റ് അടിച്ച് നല്ല സൂപ്പറായിട്ട് നല്ലവണ്ണം വൃത്തിക്ക് പെയിൻ്റൊക്കെ അടിച്ച് പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് പെയിൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ അധികം ലെങ്ത് ഇല്ലാത്ത കാരണം മാക്സിമം കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർക്ക് മിലിറ്ററി ഗ്രീനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റീടെസ്റ്റ് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ റീടെസ്റ്റിനൊക്കെ മിലിറ്ററി ഗ്രീൻ ചില സമയത്ത് എന്താ പറയുക ടെസ്റ്റ് പാസ്സാക്കി കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് കസ്റ്റമറുടെ അടുത്ത്. അപ്പോൾ എന്തായാലും ആൾക്ക് മിലിറ്ററി ഗ്രീൻ തന്നെ വേണം. അപ്പോൾ ആളൊരു ഫോട്ടോ കാണിച്ചു തന്നു, അതേപോലെയൊക്കെ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണി തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാ പാർട്സും നമ്മൾ ചെയ്ത് ഹാൻഡിൽ ബാർ സ്വിച്ച് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അഴിച്ച് ഓരോന്നും പീസാക്കി പെയിൻറ്റ് ചെയ്തത്. ഇപ്പോൾ ചേസിൻ്റെയൊക്കെ അവസ്ഥ നോക്കി തുരുമ്പല്ലാതെ വേറെ ഒന്നുമില്ല, പെയിൻറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും തുരുമ്പെടുത്ത് ഏതോ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഉപേക്ഷിച്ച നിലയിൽ കണ്ടേച്ച ഒരു പഴയ മോഡൽ ബുള്ളറ്റ് ആയതുകൊണ്ട് ആൾക്കത് വേണം റീസെറ്റ് ചെയ്ത് പുത്തം പോലെ ഇറക്കണം എന്ന് പറഞ്ഞു. 1970 മോഡലാണ് ഈ വണ്ടി. അപ്പോൾ അതായത് എന്താ പറയണ ഞാൻ തന്നെ 82-ലുള്ളതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പനാകാനുള്ള പ്രായമുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഈ വണ്ടി ചെയ്തത്. മൊത്തം ചീകി പ്രൈമറൊക്കെ അടിച്ച് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളി കണ്ടീഷൻ ആക്കിയിട്ടുണ്ടെന്നാണ്. ഞങ്ങൾക്കൊരു 100% തൃപ്തിയായ ഒരു വെഹിക്കിളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ചേസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്തു. ചേസ് അടക്കം എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൈമറൊക്കെ അടിച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കളറടിക്കണം. കളറടിച്ചതിന് ശേഷം വേണം വണ്ടി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ മറ്റുള്ള ടാങ്ക് സൈഡ് ഡോർ പാർട്സൊക്കെ നമ്മൾ ഉരച്ചിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. ഉള്ള സ്ഥലത്ത് ബാക്കിയുള്ള എല്ലാ ചെറിയ ഐറ്റംസും പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ മിലിറ്ററി ഗ്രീനും കൂടി അടിച്ചിട്ട് നേരെ നമ്മൾ വണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്നതാണ്. സെറ്റ് ചെയ്യുന്ന കാഴ്ചകളും അതുപോലെ തന്നെ ഈ വണ്ടിയായിട്ട് റോട്ടിലിറക്കി നമ്മൾ ഓടിക്കുന്ന കാഴ്ചകളും എല്ലാം ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വീലിൻ്റെ ഹബ്ബ് വീൽ റിം ഒക്കെ ബ്ലാക്ക് പൗഡർ കോട്ടിംഗ് ആണ്. ബാക്കി എൻജിൻ കേസ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് പൗഡർ കോട്ടിംഗ് ആണ്. മിലിറ്ററി ഗ്രീനാണ് വണ്ടിയുടെ ബോഡി കളർ വരുന്നത്. ബാക്കി സ്പോക്സ് കാര്യങ്ങളൊക്കെ പ്ലേറ്റിങ്ങും അതുപോലെ തന്നെ ഷോക്ക് അബ്സർ കാര്യങ്ങളൊക്കെ പ്ലേറ്റിങ്. ബാക്കി പ്ലേറ്റിങ് വളരെ കുറവാണ്. ബാക്കി മൊത്തം നമ്മൾ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ പൗഡർ കോട്ടിങ്ങും വേണ്ട. അതായത് ബ്ലാക്ക് പൗഡർ കോട്ടിങ്ങും അതുപോലെ തന്നെ മിലിറ്ററി ഗ്രീനും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ കളറാണ് നമ്മൾ അടിച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം എൻജിൻ അതുപോലെ തന്നെ ചേസ് സിംഗാമ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോക്സ് നമ്മൾ കമ്പി വീലിലൊക്കെ കോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻജിൻ ഭാഗം അതുപോലെ തന്നെ എൻജിൻ്റെ കവറുകൾ, ഹെഡ് കവറുകൾ, സിലിണ്ടർ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പാർട്സുകളെല്ലാം നമ്മൾ മാക്സിമം റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒറിജിനൽ ഇട്ട് പണിതാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയും ഈസിയാകും, കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും വണ്ടിയുടെ ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ടൂൾ ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ടൂൾ ബോക്സിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ബാക്കിയെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ്, സ്കള്ള്, മഡ് ഗാർഡ് കാര്യങ്ങൾ, ബാക്കിലെ വീല് എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് ഒരു 50% പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വയറിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെയുള്ള
ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കി ടാങ്ക് സൈഡ് ഡോർ അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ സൈഡ് ബോക്സിൻ്റെ ലോക്കാണ് ഇപ്പോൾ നമ്മുടെ മുക്താർ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഇപ്പോൾ ഹെഡ് ലൈറ്റിൻ്റെ റിംഗ് ആണെന്നുണ്ടെങ്കിൽ പൗഡർ കോട്ടിങ് കൊടുത്തേക്കുന്നത്, അതായത് ഗ്രീനും ബ്ലാക്കും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ വണ്ടി ചെയ്യണത്. അപ്പോൾ ഈ വണ്ടി ചെയ്തിറക്കുമ്പോഴേക്കും ഏകദേശം ഒരു മിലിറ്ററി ലുക്ക്, അതുപോലെ തന്നെ ആ ഒരു കളർ ഇത്തിരി ലൈറ്റായിട്ട്, മിലിറ്ററിനേക്കാൾ ഒരു ഇത്തിരി ലൈറ്റായിട്ട്, അതായത് നമ്മുടെ റീടെസ്റ്റ് പാസ്സാക്കുക എന്നുള്ളൊരു ടാസ്കും കൂടി ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളറിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ പിടിച്ച് നിന്നിട്ട് വേണം നമുക്ക് റീടെസ്റ്റ് ഒന്ന് പാസ്സാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഒറിജിനലായിട്ട് വരുന്ന ഭാഗങ്ങൾ കുറേയൊക്കെ മാറ്റി വരുത്തിയിട്ടുണ്ട്. സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ബാക്ക് മൺഗാർഡാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് മൺഗാർഡാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മാറ്റി ഒരു പുതിയ ഒരു ഷേപ്പിലേക്ക് വേണമെന്നാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ അതേപോലെ ആക്കിയിട്ടുണ്ട്. ശരിക്ക് ഓൾഡ് മോഡൽ ബുള്ളറ്റിൻ്റെ ആ ഒരു മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു വിൻറ്റേജ് ലുക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആൾക്ക് ഒരു എന്താ പറയണ പുതിയ മോഡലിൻ്റെ ആ ഒരു ബാക്ക് കാര്യങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കണത്. അപ്പോൾ ഏകദേശം 70 വണ്ടിയാണെന്ന് നമ്മളിത് പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് അറിയാനേ പറ്റില്ല. അതായത് ആ നമ്പറിലല്ലാതെ ബാക്കി പാർട്സുകളും അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പക്ക ഷോറൂമിൽ നിന്നൊരു വണ്ടി എങ്ങനെ ഇറങ്ങുന്നു അതുപോലെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഈ വണ്ടി സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇറങ്ങാനുള്ള ആ ഒരു ഭംഗി. ഒരു എന്താ പറയണ 100% ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി ഇറക്കുന്നത് പോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, വണ്ടിയുടെ ടാങ്ക് സീറ്റ് എല്ലാം, അതായത് ടാങ്കിൽ കൊടുത്തേക്കണ ഈ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ, ഇത് സ്റ്റിക്കറല്ല ഗ്രാഫിക്കാണ്, അതായത് പെയിൻറ്റ് വെച്ച് വരപ്പിച്ചേക്കണതാണ്. എന്നിട്ട് അതിൻ്റെ മേളിൽ മാറ്റ് ക്ലിയർ അടിച്ചേക്കണം. അതുപോലെ തന്നെ സീറ്റാണെന്നുണ്ടെങ്കിൽ 2 ക്ലാസിക് 350യുടെ സീറ്റും അതുപോലെ തന്നെ മഡ് ഗാർഡ് സൈഡൊക്കെ കയറ്റിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ സ്റ്റാൻഡേർഡ് ബുള്ളറ്റിൻ്റെ തന്നെ ഓൾഡ് മോഡൽ സ്റ്റാൻഡേർഡിൻ്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ കുറേ നിബന്ധനകളുണ്ട്, അതുകൊണ്ടാണ് ഇതേപോലെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ വിൻറ്റേജ് ലുക്കിൽ തന്നെ ഇറക്കിയാനേട്ടാ. ഇത് നോക്കിയേ, എന്താ അവൻ്റെ ഒരു തലയെടുപ്പ് നോക്കി. ആ റോയൽ എൻഫീൽഡിൽ എഴുതിയേക്കണത് സ്റ്റിക്കറല്ല കേട്ടോ, ശരിക്കും ഗോൾഡൻ പെയിൻറ്റ് വെച്ച് തന്നെ വർക്ക് ചെയ്തേക്കണാണ്. നമ്പർ നോക്കിയാവല്ലേ പുലിയുടെ വേറെ മൂട് സാധനം ഉണ്ടോ. അപ്പോൾ ഇത് റിനോവേഷൻ ചെയ്യണ കാഴ്ചകൾ, അതായത് ഫുൾ പീസാക്കി പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യണ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തണം. വേറെ ലെവലിൽ വേറെ മൂഡ് സാധനമൊക്കെ ഉണ്ട് കേട്ടോ. വെടിയും പോകുകയും അപ്പോൾ വെണ്ണലയിലുള്ള മോട്ടോടെക് എന്ന് പറയുന്ന ബൈക്ക് വർക്ക്ഷോപ്പിലാണ് ഇത് റിനോവേഷൻ ചെയ്തത്. ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഏത് പടല വണ്ടിയാണെങ്കിലും ചാക്കി കെട്ടിക്കൊണ്ടുവന്ന ഒരു 70 മോഡൽ റോയൽ എൻഫീൽഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർ അത് ഫുൾ ഫ്രഷ് കണ്ടീഷനാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിനോവേഷൻ ചെയ്ത വണ്ടിയുണ്ട. 1970 മോഡലാണ്. അപ്പോൾ വെറുതെ കടും പുത്തം പോലെ ഇരിക്കണണ്ട. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് ഈ റോയൽ എൻഫീൽഡ് റിനോവേഷൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണെന്നുള്ള നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്.